2025 RCBയുടെ പ്രകടനം ആരാധകരെ ശരിക്കും ആവേശത്തിലാക്കിയിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന RCB പ്ലേ ഓഫ് ബർത്തും ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. 11 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 8 വിജയവും 3 തോൽവിയും മാത്രമാണ് RCB നേടിയിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം എവേ ഗെയിമുകളും വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് RCB ഈ സീസണിൽ ഒരുപാട് മാറിയ ടീമാണെന്ന് തന്നെയാണ് ആരാധകരുടെ അഭിപ്രായം. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ RCBയുടെ പഴയ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ കാണുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നൊക്കെ കരകയറിക്കൊണ്ടാണ് RCB മത്സരത്തിൽ വിജയമുറപ്പിച്ചത്. അവസാന ഓവറിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞും അത്യുഗ്രൻ ഫീൽഡ് സെറ്റ് ചെയ്തുമാണ് RCB വിജയം സ്വന്തമാക്കിയത്. അവസാന ഓവറിൽ ജഡേജയും ധോണിയും ക്രീസിലുള്ളപ്പോൾ ജയിക്കാൻ വേണ്ടിയിരുന്നത് 15 റൺസാണ്. ബോൾ ചെയ്തത് ഒരു സമയത്ത് 30 റൺസോളം ഒരു ഓവറിൽ വിട്ടു നൽകിയ യശ് ദയാലും. ആദ്യ പന്തിൽ സിംഗിൾ നേടി, രണ്ടാം പന്തിലും സിംഗിൾ, മൂന്നാം പന്തിൽ വിക്കറ്റ് നേടിക്കൊണ്ടാണ് RCB ശക്തമായ മത്സരത്തിലേക്ക് വരവറിയിച്ചത്. എന്നാൽ നാലാം പന്തിൽ നോ ബോൾ 6 ആയതോടുകൂടി മത്സരം ഏകദേശം ചെന്നൈയുടെ പക്കലേക്ക് മാറി. എന്നാൽ തൊട്ടടുത്ത 3 പന്തുകളും അതിഗംഭീരമായി തന്നെയാണ് യശ് ദയാൽ എറിഞ്ഞത്. അവിടെയാണ് മത്സരത്തിൽ ഏറെ വഴിത്തിരിവുകൾ ഉണ്ടായതും. മാത്രമല്ല 19ാം ഓവറിന്റെ ആദ്യ പന്തിൽ ഒരു അത്യുഗ്രൻ സിമ്പിൾ ക്യാച്ച് വിരാട് കോഹ്ലി ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. മത്സരത്തിൽ ആരാധകരെ അമ്പരപ്പിച്ച മറ്റൊരു സംഭവം കൂടിയായിരുന്നു അത്. ജഡേജയുടെ ഉയർത്തിയടിയിലാണ് ലോങ് ഓണിൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ബൗണ്ടറി വഴങ്ങിയത്. വിരാട് കോഹ്ലി ആണെന്നുള്ളപ്പോൾ ആരാധകരെ ഒന്നടങ്കം അത് നിരാശയിലാക്കിയെന്ന് മാത്രമല്ല, ശരിക്കും അത്ഭുതപ്പെട്ടു എന്ന് പറയേണ്ടി വരും. മത്സരത്തിന്റെ 16ാം ഓവറിലെ അവസാന പന്തിലും RCB ഒരു ക്യാച്ച് മിസ്സാക്കി. ജഡേജയുടെ ഫൈൻ ലെഗിലേക്കുള്ള ഷോട്ടാണ് ക്യാച്ച് മിസ്സാക്കിയത്. ഫീൽഡിൽ ലുങ്കി എങ്കിടിയായിരുന്നു. ക്യാച്ച് പിടിച്ച ശേഷം കൈവിട്ട് പോവുകയായിരുന്നു. അതിനു മുമ്പും വിരാട് കോഹ്ലി ഒരു ക്യാച്ച് ഡ്രോപ്പാക്കി. മത്സരത്തിൽ ഇത്തരം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടും RCBയുടെ വിജയമാണ് ആരാധകരെ ഇപ്പോൾ ആവേശത്തിലാക്കിയിരിക്കുന്നത്. പ്രധാനമായും സ്പിന്നർമാരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. 3 ഓവറിൽ 24 റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് കൃണാൽ പാണ്ഡ്യ നേടിയത്. അതേസമയം സുയാഷ് ശർമ്മ റൺസ് വഴങ്ങിയെങ്കിലും മറ്റുള്ള മത്സരങ്ങളൊക്കെ ഇമ്പാക്റ്റും ഉണ്ടാക്കാറുണ്ട്. RCBയുടെ ഫീൽഡ് പൊസിഷനുകളും അതിഗംഭീരമാണ്. അനാവശ്യ ഗ്യാപ്പുകളില്ലാതെ ബൗണ്ടറി വഴങ്ങാതെയുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ആണ് RCBക്കുള്ളത്. അതുകൊണ്ട് മത്സരത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും RCBക്ക് സാധിക്കാറുമുണ്ട്. ഈ കൊല്ലം RCBയുടേതാണെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. മത്സരങ്ങളിൽ കാര്യമായ ഇമ്പാക്റ്റും അത്തരത്തിലുണ്ടാക്കാൻ RCBക്ക് സാധിക്കുന്നുണ്ട്. Subscribe to One India and never miss an update.